എത്തേണ്ടിടത്ത് എത്തുമ്പോ ഇവൻ വണ്ടി നിർത്തും. അതുവരെ രണ്ടെണ്ണവും അഭ്യാസമൊന്നും കാണിച്ചേക്കരുത്, കേട്ടല്ലോ? കേറ്. അങ്ങോട്ട് കേറ. അയ്യോ കേറ. കേറ്. ഇറങ്ങ. ഇറങ്ങ. ഒന്നും ചെയ്യില്ലടാ മാർക്കോ. ഞാൻ എങ്ങോട്ടായി ഓടുന്നേ? ഞാൻ പോകുന്നതിന് മുമ്പ് കടപ്പുറത്ത് വെച്ച് എന്നെ ഒന്ന് പെരുമാറിയതല്ലേ. ആ പെരുമാറ്റം നിനക്ക് അങ്ങോട്ട് ദഹിച്ചില്ല എന്നാ തോന്നുന്നത്. അയ്യോ, കണ്ണൻ സാർ ഒരു മാന്യനായതുകൊണ്ടാ നിങ്ങൾ രണ്ടിനെയും കോടതി കയറ്റിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിട്ടത്. സാറിന്റെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ വേദന അറിയിച്ച സാവകാശം രണ്ടിനെയും കൊന്നേനെ. അയ്യോ, വാടാ. അങ്ങോട്ട് മാമാ, മാർക്കോ, അമ്മാവോ, മോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയോ? മതിയോടാ? അയ്യോ, മാർക്കോ, മാർക്കോ, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? തൂക്കി വിൽക്കാൻ. രണ്ടിന്റെ ശരീരത്തിലുണ്ടല്ലോ നല്ല ഇറച്ചി. ഇവന്റെയൊക്കെ ഇറച്ചിക്ക് വില കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് തൂക്കി വിൽക്കാമായിരുന്നു. എന്നാലും വില കിട്ടത്തില്ല ലോപ്പസേ. ഇതൊക്കെ വിഷമുള്ള ഇറച്ചിയാ. കഴിക്കുന്നവന്റെ ബോഡി അത് താങ്ങത്തില്ല. എനിക്ക് അത്രയും വിഷമില്ല മാർക്കോ. എന്താ ലോപ്പസേ, ഇപ്പോഴും ആ കാര്യത്തിലൊരു തർക്കം നിലനിൽക്കുക. അതുകൊണ്ട് ആർക്കാണ് ഇതിൽ കൂടുതൽ വിഷമെന്ന് നമുക്കൊന്ന് നോക്കാം. ഉറപ്പായിട്ട് നോക്കണം. വിഷം ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും വേണം. ഇതേതാ പ്രതാപ മാസം? അത് ജൂലൈ, ഓഗസ്റ്റ് ആണോ? അതെ, എന്നാ പിന്നെ സെപ്റ്റംബർ ആയിരിക്കും. മലയാള മാസം ഏതാന്നാ ചോദിച്ചത്. മലയാളം കന്നിമാസമാണോ? അവന് കന്നിമാസത്തെ കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. അതങ്ങനെ ഓർമ്മ കാണൂ. ഇവന്റെ മോനെ കന്നിമാസത്തിലെ ഒരു പ്രത്യേകതരം ജീവിയുടെ ജന്മമല്ലേ? ഒരിക്കലുമല്ല. ആ ജീവി മനുഷ്യരെക്കാളും നന്ദിയുള്ള കൂട്ടത്തിലാ. പിന്നെ ഇവനും ഇവന്റെ മോനും ഒക്കെ ആ മാസത്തെ ഇഷ്ടപ്പെടുവോടാ. അതും ശരിയാ. എന്നാ പിന്നെ രണ്ടാളും അങ്ങോട്ട് നടക്ക്. അങ്ങോട്ടാ? ഇത് എങ്ങോട്ടാ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നേ? നടക്ക്. അത് കണ്ടില്ലേ? അയ്യോ, അങ്ങോട്ടാ. അല്ല, അവിടെ. ഇരിക്കണോട്ട്. ഇവിടെ അയ്യോ,
ലോപ്പസേ, ആ അപ്പൊ നമുക്ക് കർക്കിടക ചികിത്സ അങ്ങ് തുടങ്ങാം അല്ലേ? അയ്യോ പിന്നെ അയ്യോ, ഇല്ലേ ഒഴിച്ചിലും പിഴിച്ചിലും തുടങ്ങാൻ പോവുകയാണെന്നാ മാർക്കോ പറഞ്ഞത്. അയ്യോ അഴിക്കടാ ഡാ ഉടുപ്പഴിക്കാൻ അഴിക്കാൻ. പറഞ്ഞത് കേട്ടില്ലേ? ഉടുപ്പഴിക്ക് രണ്ടുപേരും. അയ്യോ മാർക്കോ, അത് ഞങ്ങള് പിന്നെ ഛെ, അഴിക്കടാ, അങ്ങോട്ട് അഴിക്കടാ. വേഗം. സാറ് പറഞ്ഞായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോ പെട്ടെന്ന് കുറ്റം സമ്മതിച്ചതുകൊണ്ട് നിങ്ങൾ രണ്ടെണ്ണത്തെയും ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ലോക്കപ്പ് മർദ്ദനം ഇവിടെ തന്നെ. അയ്യോ ഞങ്ങൾക്ക് മോന്റെ കയ്യിൽ നിന്ന് ഇടികൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല മാർക്കോ. കപ്പാസിറ്റി ഇല്ലാത്ത നീയൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോരോ പ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെ പെറ്റ തള്ള സഹിക്കത്തില്ല. കണ്ണൻ സാറോ മഹാലക്ഷ്മിയോ പറഞ്ഞിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി തന്നെ ഇത് ചെയ്യുന്നത്. അയ്യോ നിന്റെയൊക്കെ ശരീരത്തില് പുറമേ പരുക്ക് വരുത്താതെ ഉള്ളിലെ അവയവങ്ങളെ മെരുക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും നിനക്കൊക്കെ പ്രയാസമായിരിക്കും. ആ സമയത്ത് നീയൊക്കെ ഓർക്കണം ഞങ്ങളുടെ മുഖം. എന്നിട്ട് ഇനിയെങ്കിലും നേരും നന്മയുള്ള കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ശല്യം ചെയ്യാതെ നീയൊക്കെ മാറി നിൽക്കണം. പറഞ്ഞത് കേട്ടോടാ. അത് ഞങ്ങൾ ചെയ്തോളാം മാർക്കോ മോനെ. അതിന് ഞങ്ങളെ തല്ലണ്ട. നിന്റെയൊക്കെ വാക്കുണ്ടല്ലോ, അതിന് ഒരു നിമിഷത്തെ ആയുസ് പോലും ഇല്ലടാ. അത്രയ്ക്ക് നെറുകെട്ട നാവാടാ നിങ്ങൾ രണ്ടിന്റെയും. അന്ന് കോടതിയില് നീ സത്യം പറയാൻ വേണ്ടി പ്രതാപ നിന്റെ മോളെ ഞങ്ങൾ കത്തിമുനയിൽ നിർത്തിയിരിക്കായിരുന്നു. ഇനി പക്ഷെ അവളെ തട്ടിക്കൊണ്ടുവരുന്നത് അവളെ കത്തിമുനയിൽ നിർത്താനായിരിക്കില്ല, അവളുടെ കഴുത്തിൽ കത്തി കയറ്റാനായിരിക്കും. അയ്യോ വേണ്ട വേണ്ട. നിനക്ക് ഒന്നേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. അത് നീ ഓർത്തോണം. അതുപോലെ തന്നെ നിന്റെ മോൻ ഇപ്പൊ മുകളിലോട്ട് നോക്കി കിടക്കുമല്ലേ? തോമസ് വൈദ്യന്റെ അടുത്ത് പോയതുകൊണ്ട് അവന് ചെറിയ മാറ്റങ്ങളുണ്ടെന്ന് അറിയാൻ കഴിയും. അവന്റെ ആയുസിനും വലിയ നീളമൊന്നും ഉണ്ടാവില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കുമ്പോ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിച്ച എങ്ങനെയാ നിന്റെ മോൻ വീണെന്ന് നിനക്കറിയാമോ മാമ? അന്ന് കണ്ണൻ സാറും മേഘനും കൂടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുന്നിലൂടെ പോയ ഇവന്റെ ബൈക്കില് മേഘൻ കാറ് പാഞ്ഞു കയറ്റുകയായിരുന്നു. അവൻ ഇവനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആ സമയത്ത് കണ്ണൻ സാറിന് നടക്കാൻ കഴിയുമായിരുന്നടാ പ്രതാപ. അങ്ങനെയുള്ള കണ്ണൻ സാറാ എന്നെ രക്ഷിച്ചത്. നിന്റെ മോനെ കിടപ്പിലാക്കിയത് കണ്ണൻ സാറാടാ വാമ. അത് നിന്റെ മോൻ അറിയാം. പക്ഷേ ആ കഥകൾ പറയാനുള്ള ശേഷി അവനിപ്പോ ഇല്ലാതെ പോയി. അവന്റെ നാവ് തളർന്നുപോയി. അപ്പോഴേ നമുക്ക് തുടങ്ങിയാലോടാ ലോപ്പസേ? എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? തുടങ്ങാം. വേണ്ട. അയ്യോ വേണ്ട 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 മാർക്കോ, വേണ്ട വേണ്ട. അയ്യോ പറ. നിന്റെ അച്ഛന്റെ കൊലയാളികള് ഇന്ന് റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങും. ഞാനൊന്ന് കാണാനിരിക്കുക ആ വാമദേവനെ. എനിക്ക് അമ്മാനോടൊരു ദേഷ്യമില്ല. നിന്റെ അച്ഛന്റെ കൊലയാളികളോട് നിനക്ക് ദേഷ്യമില്ലേ?
അതിനേക്കാൾ വലിയ ദുഷ്ടനാ എന്റെ അച്ഛൻ. ഞാൻ അമ്മാവനെ കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ലോക്കപ്പിൽ കിടന്ന അമ്മാവൻ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാ. അവൻ പറയുന്നതൊക്കെ കള്ളവാ മോനെ. കള്ളമൊന്നുമല്ല. എന്റെ അച്ഛൻ്റെത് 2ാം വിവാഹമായിരുന്നു. പക്ഷേ അമ്മയുടെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അമ്മയെ പോലെ ആഠ്യത്യമുള്ള പെങ്ങളെ അച്ഛന് ഭാര്യയായി കൊടുത്തത് അമ്മാവൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടാ. അന്ന് അച്ഛനോട് അമ്മാവൻ പറഞ്ഞതാ, ഈ വീടും പറമ്പും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ അമ്മയുടെ പേരിൽ എഴുതി വെക്കണമെന്ന്. എന്നിട്ട് അച്ഛനെന്താ ചെയ്തത്? ഈ വീടെങ്കിലും അമ്മയുടെ പേരിലാക്കിയോ? എന്തെങ്കിലും അമ്മയ്ക്ക് തന്നോ? പക്ഷേ നിന്റെ അച്ഛൻ എന്നെ പൊന്നുപോലെയാടാ നോക്കിയത്. പൊന്നുപോലെ നോക്കിയ ഒരാള്. അമ്മ കല്യാണത്തിനിട്ട സ്വർണ്ണം അല്ലാതെ വേറെ എന്തെങ്കിലും പൊന്ന് അച്ഛനമ്മയ്ക്ക് കൂടുതലായിട്ട് തന്നിട്ടുണ്ടോ? അച്ഛന് സ്വർണ്ണക്കട ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അമ്മ പൊന്നുകൊണ്ട് മൂടിയായിരുന്നോ? അന്ന് ഞാനിട്ട സ്വർണത്തില് പകുതിയിലേറെ നിന്റെ അച്ഛൻ തന്നതാടാ. ഓ, അത് വലിയ കാര്യായിപ്പോയി. സ്വർണത്തിന് വില കുറഞ്ഞിരുന്ന സമയത്ത് 10-50 പവൻ തന്നത് അതത്ര വലിയ കാര്യമൊന്നുമല്ല. അച്ഛൻ പൊന്നുപോലെ അമ്മയെ നോക്കിയെങ്കിൽ അമ്മ അച്ഛനെ തിരിച്ചു നോക്കിയില്ലേ? ശരിക്കും എന്തിനു വേണ്ടിട്ടാ അമ്മ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചത്? അയാളുടെ മൂത്ത മോനെ നോക്കാൻ വേണ്ടിട്ട്. എന്ന് വെച്ചാ അമ്മയ്ക്കൊരു ഹോം നേഴ്സിന്റെ സ്ഥാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു ഭാര്യയുടെ സ്ഥാനമൊന്നും അച്ഛൻ തന്നിട്ടില്ല. അങ്ങനെ ഒരു ഹോം നേഴ്സായിട്ടാ ഞാനിവിടെ നിന്നിരുന്നെങ്കിലേ നിങ്ങൾ 2 കുട്ടികൾ ജനിക്കില്ലായിരുന്നു. ജനിപ്പിച്ച കാര്യമൊന്നും പറയണ്ട. ജനിച്ചിട്ട് എന്താ പ്രയോജനം ഉണ്ടായത്? പ്രയോജനം ഉണ്ടായേനെ. നിന്റെ അമ്മാവനെന്ന് പറയുന്ന ആ ദുഷ്ടന്റെ വാക്ക് കേട്ട് നമ്മൾ ആരും നടന്നില്ലായിരുന്നെങ്കിൽ. മേഘനൊരു വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞപ്പോ തന്നെ മഞ്ജു മേഘനെ കളഞ്ഞിട്ട് പോയല്ലോ. അവൾ അവളുടെ സ്വഭാവം മാറ്റിയല്ലോ. അതിന്റെ പ്രയോജനം അവൾക്ക് കിട്ടി. നിന്റെ കസേരയിൽ ഇപ്പൊ അവളാ ഇരിക്കുന്നത്. നിങ്ങള് സഹോദരങ്ങൾക്കുള്ള എല്ലാ സ്വത്തും പണവും ഒക്കെ കണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മഞ്ജുവിന് എന്തായാലും കിട്ടും. പക്ഷേ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് തരില്ല അയാള്. അതുകൊണ്ടാ അയാളെ ഞാൻ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അച്ഛന്റെ കൊലയാളിയെ സ്നേഹിച്ചിട്ട് അച്ഛനെയും അച്ഛന്റെ മൂത്ത മോനെയൊക്കെ ശത്രുവായിട്ട് കാണുക നീ. പോലീസ് ലോക്കപ്പിലോട്ട് ചെന്നപ്പോ അയാള് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞൊന്നല്ലേ പറഞ്ഞേ? എന്നാ കേട്ടോ, നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്കറിയാമോ? അന്ന് നിന്റെ അമ്മാവൻ എന്നെ കാണാൻ വന്നിരുന്നു, അയാളുടെ ചില സങ്കടങ്ങൾ പറയാനായിട്ട്. എന്തിനായിട്ടാ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? അത് പിന്നെ എടീ, നിന്നെ വിശ്വാന് കല്യാണം കഴിച്ചു കൊടുത്തത് അവന്റെ മൂത്ത മോനെ നോക്കാൻ കൂടിയല്ലേ. എന്നിട്ട് എനിക്ക് ജോലിയിൽ പ്രമോഷനൊന്നും തന്നില്ല. കാര്യമായ സഹായങ്ങളൊന്നും കിട്ടുന്നുമില്ല. അതിന് അല്ല, ഈ ബിൽഡിംഗ് സൂപ്പർവൈസറായിട്ടാണല്ലോ ഞാൻ നിൽക്കുന്നത്. അപ്പോ ഏത് സൂപ്പർവൈസർമാരായാലും പണിയിൽ ഇച്ചിരിയൊക്കെ വെള്ളം ചേർക്കും. പൈസ സമ്പാദിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ഞാനും അങ്ങനെ ചെയ്തു. അയ്യോ, പക്ഷേ സംഗതി അറിഞ്ഞ ആരോ എന്നെ ഒറ്റിയിട്ടുണ്ട്. വിശ്വേട്ടനത് അറിഞ്ഞോ? അറിഞ്ഞു. അയ്യോ, അവൻ എന്നെ പുറത്താക്കൂന്നൊക്കെയാ മോളെ പറയുന്നത്. മോളെ ദുർഗേ, നീ പറഞ്ഞാലുണ്ടല്ലോ അവൻ കേൾക്കും. ഒരു തെറ്റു പറ്റിപ്പോയി, അതുകൊണ്ട് ഇത്തവണത്തേക്ക് ക്ഷമിക്കണമെന്ന് നീ വിശ്വനാഥനോടൊന്ന് പറയണം. വിശ്വേട്ടന്റെ സ്വഭാവം അറിയാലോ ഏട്ടന്. ആൾ ആത്മാർത്ഥത കൂടുതലുള്ള കൂട്ടത്തിലാ. പക്ഷെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാ ക്ഷമിക്കത്തില്ല. അതിപ്പോ കുട്ടികളോടായാ പോലും. മോളെ, ഇവിടെ നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ പണി പോയാ നിനക്കറിയാവല്ലോ, ഭാര്യയും 2 മക്കളും ഉണ്ട്. അവരെയൊക്കെ വളർത്തണ്ടേ?
പഠിപ്പിക്കണ്ടേ? ഹ, ഇതൊക്കെ നേരത്തെ ഏട്ടൻ ആലോചിക്കണ്ടായിരുന്നോ? ഏട്ടന് മാന്യമായിട്ട് ശമ്പളം തരുന്നുണ്ടായിരുന്നല്ലോ. ഓ, എന്തോ ശമ്പളം. ആ ശമ്പളം കൊണ്ടൊക്കെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ? എന്ന് മാത്രമല്ല, ഒരു പെങ്കൊച്ചു വളർന്നു വരുക. അപ്പോ അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഒക്കെ എനിക്ക് വേണ്ടേ? ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ആ, ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. എനിക്ക് വേണ്ടിയല്ലേ മോളെ നീ ഇപ്പൊ ഇടപെടുന്നത്? ഒന്നുമില്ലെങ്കിലും അവന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് ഞാനല്ലേ? നിനക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ കാരണമാ. രണ്ടാം ഘട്ടാണേലും നീ ഇപ്പോ ഒരു കോടീശ്വരന്റെ ഭാര്യ, അത് മറക്കരുത്. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആ, ഓ. ഞാൻ വിശ്വേട്ടനോട് സംസാരിച്ചു. പക്ഷേ കണ്ണനെ പോലെ തന്നെയായിരുന്നു നിന്റെ അച്ഛനും. വിശ്വേട്ടൻ ക്ഷമിക്കാൻ തയ്യാറായില്ല. കണ്ണൻ ചെയ്തതുപോലെ അയാൾക്ക് വേണമെങ്കിൽ മാസാമാസം ജീവിക്കാനുള്ളത് എന്തെങ്കിലും കൊടുക്കാം, എന്നാലും കമ്പനിയിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ അമ്മാവനല്ലേ ഈ കല്യാണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ അതൊക്കെ അഴിമതി ചെയ്യാനുള്ള ലൈസൻസ് അല്ലാന്നാ നിന്റെ അച്ഛൻ ആ സമയത്ത് പറഞ്ഞത്. ഞാൻ അതിന്റെ പേരില് വിശ്വേട്ടനുമായിട്ട് പിണക്കത്തിലായിരുന്നു. എന്നിട്ടും വിശ്വേട്ടൻ ഒരു നീക്കുപോക്കിന് പോലും തയ്യാറായില്ല. ആ സമയത്തൊക്കെ വാമദേവൻ എന്ന എന്റെ ആങ്ങളെ പറഞ്ഞതുപോലെയാ ഞാൻ സംസാരിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ. എന്നെയും നിന്റെ അച്ഛനെയും തമ്മിൽ ഒന്നിപ്പിച്ചതിന്റെ നന്ദി എനിക്ക് അയാളോടുണ്ടായിരുന്നു. പക്ഷേ വാമദേവന് വേണ്ടി ഞാൻ വാദിക്കുകയാണെങ്കിൽ ആങ്ങളയോടൊപ്പം പോയി ജീവിച്ചോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയി. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വീണ്ടും നിന്റെ അമ്മാവൻ എന്നെ കാണാൻ വന്നു, എന്തായി കാര്യങ്ങളെന്നറിയാൻ. അപ്പോ വിശ്വേട്ടന്റെ തീരുമാനം ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ വിശ്വേട്ടൻ കേൾക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം വേണമെങ്കിൽ വാമേട്ടന് ചെയ്യാവുന്ന വിശ്വേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എന്നാലും ഇനി വാമേട്ടനെ കമ്പനിയുടെ ഭാഗമാക്കില്ലെന്നാ പറയുന്നത്. സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്നൊക്കെ ഇപ്പൊ അവൻ പറഞ്ഞല്ലോ. എത്ര നാളെങ്ങനെ സഹായിക്കും? അതൊക്കെ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഏട്ടാ, ഏട്ടൻ തെറ്റ് ചെയ്തില്ലേ? പിന്നെ ഇനി അതേപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ദേ, ഇത്തരം കാര്യങ്ങൾക്ക് ഇനി മേലില് ശുപാർശയായിട്ട് ചെല്ലരുതെന്നാ താക്കീതോടെ വിശ്വേട്ടൻ പറഞ്ഞിരിക്കുന്നെ. അവന്റെ ഒരു താക്കീത്. എടീ, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? അവന്റെ മൂത്ത മോനെ നോക്കാനല്ലേ? അതിനുശേഷം നിനക്ക് 2 കുട്ടികളുമായി. അതിലൊന്ന് പെൺകുട്ടിയല്ലേ? എന്നിട്ട് അവൻ എന്താ നിനക്ക് തന്നത്? നിന്റെ പേരിൽ എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? അന്ന് കല്യാണം നടന്നപ്പോ എനിക്ക് സ്വർണം എടുക്കാനുള്ള പൈസ എല്ലാം തന്നത് വിശ്വേട്ടനല്ലേ? അതുകൊണ്ടെല്ലാം തീർന്നെന്നാണോ നിന്റെ വിചാരം? എടീ, കമ്പനിയുടെ പകുതി എങ്കിലും അവൻ നിന്റെ പേർക്ക് എഴുതി തരണ്ടേ? അല്ലെങ്കിൽ ഈ തറവാടെങ്കിലും എഴുതി തരണ്ടേ? നിന്നെ പോലെ സുന്ദരിയായൊരു പെണ്ണിനെ അവന് കൊടുക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്. നീ അവന്റെ മൂത്ത മോനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ നന്ദി അവൻ കാണിച്ചോ? കണ്ണന് മാത്രമല്ലല്ലോ, എന്നെ എന്റെ കുട്ടികളെയും പൊന്നുപോലെയല്ലേ വിശ്വേട്ടൻ നോക്കുന്നത്. എടീ, ഈ സർവ്വ സ്വത്തുക്കളും വിശ്വനാഥന്റെ സ്വന്തമല്ല, എല്ലാം അവന്റെ ഭാര്യയുടേതാ. പിന്നെ അവൻ എന്തെങ്കിലും പറമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന്റെ ആദ്യ ഭാര്യയുടെ പേരിലാ വാങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാ നാളെ എല്ലാം കണ്ണന് സ്വന്തമാണെന്നാ ഞാൻ പറഞ്ഞേ. നിനക്കും നിന്റെ മക്കൾക്കും കാലണയുടെ മുതൽ കിട്ടാൻ പോകുന്നില്ല.
ഞാനിത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. കണ്ണനോടുള്ള സ്നേഹം നിന്നോടോ നിന്റെ കുട്ടികളോടോ വിശ്വനാഥൻ ഇല്ല. അത് പിന്നെ അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് അവനോട് കുറച്ച് സ്നേഹം കാണിക്കുന്നുണ്ട്. ആ സ്നേഹം സമ്പത്തിന്റെ കാര്യത്തിലും അവൻ കാണിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതേപ്പറ്റി ഒന്നും ഞാൻ വിശ്വേട്ടനോട് തർക്കിക്കാൻ ഇനിയില്ല. അപ്പോ ഞാൻ കമ്പനിക്ക് പുറത്തു പോകണം അല്ലേ? അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വിശ്വേട്ടന് അത്രയ്ക്ക് ചൂടില്ല. വാമേട്ടൻ പറഞ്ഞതുപോലെ ഒന്നും അല്ല. പണിയില് ചെറിയ തോതിലൊന്നും അല്ല വാമേട്ടൻ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ പൈസ മുക്കിയെന്നാ വിശ്വേട്ടൻ പറഞ്ഞത്. പിന്നെ നിന്നെ ഞാൻ അവിടെ കെട്ടിച്ചു കൊടുത്ത പുണ്യത്തിനാണ്. അതിനെന്തിനാ വളഞ്ഞ വഴിയിലൂടെ നിങ്ങൾ പോവാൻ പോയത്? മാന്യമായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ വിശ്വേട്ടനോട് ചോദിച്ചാ തരുമായിരുന്നല്ലോ. ചോദിച്ചപ്പോ ആദ്യമൊക്കെ അവൻ തന്നു. പിന്നെ പിന്നെ എന്താ വാമ ഇത്രയും കാശിന് ആവശ്യമെന്ന് അവൻ ചോദിച്ചത്. ആ ചോദ്യത്തിന് ഉത്തരവായിട്ടാ ഞാൻ അല്ലറ ചില മുക്കലൊക്കെ നടത്തിയത്. സാരമില്ല, അവൻ എന്നെ പറഞ്ഞു വിടുന്നെങ്കിൽ പറഞ്ഞു വിടട്ടെ. അതിന് അവൻ അനുഭവിക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നിന്റെ അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ കരുതിയത് വാമേട്ടന്റെ ശാപം കൊണ്ട് സംഭവിച്ചതാണെന്ന്. എന്നാൽ അത് ശാപമായിരുന്നില്ല, അയാളുടെ പ്രതികാരമായിരുന്നു.